മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് സൂപ്പർ നോട്ട്സിന്റെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഡി ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, അപ്പൊ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഈ ഓറിയന്റേഷനോട് കൂടി ഈ ബാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. നമ്മൾ ഈ ബാച്ചിനകത്ത് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, മാത്സ്, റീസണിങ്, ദെൻ GS എല്ലാം എങ്ങനെ നിങ്ങൾക്ക് സ്ട്രോങ് ആക്കാം, ദെൻ മൈക്രോ നോട്ട്സിന്റെ ഹെൽപ്പോട് കൂടി GK ഏരിയാസ് എങ്ങനെ പെട്ടെന്ന് കവർ ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത്രയും കുട്ടികൾ സൂപ്പർ നോട്ട്സിലേക്ക് വന്നേക്കുകയാണ്. അപ്പോ അവിടെ നമ്മുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തരിക. അതായത് നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങളെ കൈ പിടിച്ചു കൊണ്ടുപോവുക, നിങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 75+ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അത്രയും കണ്ടന്റ് പഠിപ്പിക്കുന്നത് മാത്രം തരാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നോക്കുക, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, എങ്ങനെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ മക്കളെ നോക്കിയടാ, ഇവിടെ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സയൻസ് വന്നിട്ട് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്സ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്, റീസണിങ് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, GK 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ ഒന്നാമത്തെ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ GKയിൽ മക്കളെ ഫോക്കസ് ചെയ്യരുത്. GKയിൽ ഒരു കാരണവശാലും ഫോക്കസ് ചെയ്യരുത്. എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യരുത്? റീസൺ എത്രയേ ഉള്ളൂ, കടല് പോലെയാണ് ആര് കിടക്കുന്നത്, GK കിടക്കുന്നത്. കടല് പോലെ കിടപ്പുണ്ട്, പഠിച്ചാൽ തീരത്തില്ല. അവിടെ നോക്കുക, GKയിൽ 20 മാർക്ക് കിടപ്പുണ്ടെങ്കിലും അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? കറണ്ട് അഫേഴ്സ് ആണ് രാജാവ്. കറണ്ട് അഫേഴ്സ് ഒരു 8 മാർക്ക് വരെ കറണ്ട് അഫേഴ്സ് വരും. 8 മാർക്ക് വരെ കറണ്ട് അഫേഴ്സ് പ്രതീക്ഷിക്കാം. ദെൻ സ്റ്റാറ്റിക് GK നോക്കുകയാണെങ്കിൽ ഒരു 4 മാർക്ക് വരെ സ്റ്റാറ്റിക് GK എന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും. ബാക്കി 8 മാർക്ക് മാത്രമേ എവിടെ നിന്ന് വരുന്നുള്ളൂ, GK ഏരിയ എന്ന് വരുന്നുള്ളൂ. നോക്കുക, ആ 8 മാർക്കിന് വേണ്ടി ഏതൊക്കെ പഠിക്കണം? ഹിസ്റ്ററി പഠിക്കാനുണ്ട്. ഹിസ്റ്ററി ആണെങ്കിലോ ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതേപോലെ ജോഗ്രഫി ആണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അതിലെ കുറെ ചവറ് ടോപ്പിക്കുകൾ. ദെൻ പൊളിറ്റി ആണെങ്കിൽ ഒത്തിരി കിടപ്പുണ്ട്. അതേപോലെ തന്നെ എക്കണോമിക്സ് ആണെങ്കിൽ ഒരുപാട് കിടപ്പുണ്ട്. അങ്ങനെ എല്ലാം 8 മാർക്കാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമയം അതിനുവേണ്ടി മാറ്റി വെക്കരുത്. ലാസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഫോക്കസ് ചെയ്യാം. അതിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് മൈക്രോ നോട്ട്സിൽ നമ്മൾ നിങ്ങൾക്ക് തരും. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അവിടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് സയൻസ് നോക്കുകയാണെങ്കിൽ ആകെ ഒരു 25 ടോപ്പിക്കാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടെ ചേർത്തിട്ട് ആവർത്തിക്കുന്ന 25 ടോപ്പിക്കുകൾ. ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടോപ്പിക്കുകൾ നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഇനി രാജാവാരാണ്? റീസണിങ് ആണ്. സോ റീസണിങ് 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഒന്ന് ആലോചിച്ച് നോക്കാം. 15 ടോപ്പിക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. 15 ടോപ്പിക്കുകളിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ കിട്ടും? അവിടെ നോക്കുക, ഒരു ദിവസം ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ നമുക്ക് റീസണിങ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അതേപോലെ മാത്സ് ഏതാണ്ട് 20ഓളം ടോപ്പിക്കുകളടപ്പുണ്ട്. 20 ടോപ്പിക്ക് 25 മാർക്ക് വരുന്നു. അവിടെയും നമുക്ക് വർക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഓക്കെ, ഇനി നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി ഈ ബാച്ചിനകത്ത് എന്താണ് കിട്ടുന്നത്? മക്കളെ, ഈ ബാച്ചിനകത്ത് മാത്സ്, റീസണിങ്, സയൻസ് ഫുള്ള് നിങ്ങൾക്ക് തരും. കറണ്ട് അഫേഴ്സ് പക്ക നിങ്ങളുടെ കൂടെ കാണും. ദെൻ GK ആവശ്യമുള്ളത് മാത്രം. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇവിടെ ക്ലാസ് വരുന്ന എങ്ങനെയാണ്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച്. അതായത് കൂടുതൽ പ്രയോറിറ്റി മാർക്കുകൾ വരുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി തരുന്നു, ബാക്കിയെല്ലാം നമ്മൾ സെക്കൻഡറി ആക്കുന്നു. പിന്നെ അതേപോലെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും, മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും, മലയാളത്തിൽ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ദെൻ അത് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു മെന്റർഷിപ്പ് സെഷൻ ഉണ്ട്. അങ്ങനെ കൂടെ സൂപ്പർ നോട്ട്സിന്റെ ഹോൾ ടീം മൊത്തം നിങ്ങളുടെ കൂടെയുണ്ട്. അതായത് ഇവിടെ മാത്സ് എടുക്കുന്നത് ഓരോ വിഷയങ്ങളായിട്ട് ഞാൻ പറയാം ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ഒന്ന്, മാത്സ് എടുക്കുകയാണെങ്കിൽ അരൂപ് സാർ ഉണ്ട്, ശരവൺ സാർ ഉണ്ട്, ജ്യോതിഷ് സാർ ഉണ്ട്, ദെൻ ശ്രുതി മിസ് ഉണ്ട്. അടുത്ത റീസണിംഗിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ശരത് സാറ് റീസണിംഗ് കംപ്ലീറ്റ് എടുക്കുന്നത് ശരത് സാറാണ്. പിന്നെ അത് ജോഗ്രഫി എടുക്കുന്നത് ഞാനാണ്. ദെൻ ബയോളജി എടുക്കുന്നത് ഷഫീഖ് സാറും പ്രിയ മിസ്സും കൂടെ ചേർന്നാണ് ബയോളജി എടുക്കുന്നത്. ഫിസിക്സ് എടുക്കുന്നത് അമൽ സാറാണ്. കെമിസ്ട്രി എടുക്കുന്നത് അമൽ സാറും അനശ്വര മിസ്സും ചേർന്നാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ കറണ്ട് അഫേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ കാർത്തിക മിസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വിഷ്ണു സാറുണ്ട്, പിന്നെ അതേപോലെ ബാസി സാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ചേർന്നാണ് കറണ്ട് അഫേഴ്സ് എടുക്കുന്നത്. ഏതാണ്ട് നിങ്ങളുടെ ബാച്ചിലേക്ക് വേണ്ടി മാത്രം ഒരു 20+ ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മറ്റൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? കുറെ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഒന്നും പ്രയോജനം കിട്ടുന്നില്ല. നമുക്ക് എന്താണ് വേണ്ടത്? ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യനെ തീർക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഒരുപാട്, അതായത് ഒരാഴ്ചയിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചുരുങ്ങിയ സമയത്ത് ക്രാക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, അങ്ങനെ ഇത്രയും
ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ബാച്ചിനകത്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരും, എന്നാണ് എക്സാം വരുന്നത്, എന്നായിരിക്കും എക്സാം ഡേറ്റ്? യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. ഒരു കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെനഞ്ഞാന്നും എന്ത് ചെയ്തു, നീട്ടി വെച്ചായിരുന്നു. സോ എത്രത്തോളം നീട്ടി വെക്കുന്നോ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് തീർക്കാൻ പറ്റും. ഫുള്ള് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും. സോ ഒരു വലിയ യാത്ര ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും ഞാൻ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ യാത്ര നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും വൺസ് അഗൈൻ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഓക്കെ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം, തംബ്നെയിൽ പറയുന്ന പോലെ തന്നെ ഒരു 70+ മാർക്ക് ഞങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ എല്ലാവരും? ക്ലാസ്സിൽ കാണാടാ. താങ്ക് യു.